കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരും ഈശ്വരനല്ലോ. എല്ലാവർക്കും 2024-25 വാർഷിക പദ്ധതിയിലെ പ്രൊജക്റ്റുകളെല്ലാം വെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇനിയും വെറ്റ് ചെയ്ത് കിട്ടാൻ പ്രൊജക്റ്റുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ അവരുടെ വെറ്റിംഗ് ഓഫീസർമാരെ കോൺടാക്ട് ചെയ്ത് അവ വെറ്റ് ചെയ്ത് വാങ്ങുക. തുടക്കം നന്നായാൽ ഒടുക്കം നന്നാവുമെന്നാണല്ലോ. നമുക്ക് ഇത്തവണ പദ്ധതി 2024-25 വാർഷിക പദ്ധതി അല്പം നേരത്തെ തുടങ്ങി നമുക്ക് നന്നായിട്ട് അവസാനിപ്പിക്കാം. നമസ്കാരം, ഞാൻ ദീപു. പ്ലാൻ സീറ്റിലെ പുതിയ ആൾക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോയുടെ 10ാമത്തെ ഭാഗത്തേക്ക് സ്വാഗതം. പുതിയ ആൾക്കാരുടെ ഒരു അഭ്യർത്ഥന ഉള്ളത്, ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രം ഇറക്കുന്ന വീഡിയോ സീരീസ് ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ സീരീസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായിട്ട് ആ ഓരോ വീഡിയോയുടെ കീഴിൽ ഒന്ന് കമന്റ് ചെയ്യുക. കഴിയുമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. നിർവ്വഹണം ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട, പുതിയ ആൾക്കാർ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ പദ്ധതി മാർഗരേഖയായ 19/4/2022 84/2022 എന്ന ഉത്തരവും 28/5/2022 115/2022 എന്ന ഉത്തരവും വളരെ വ്യക്തമായിട്ട് വായിക്കണം. 2-3 തവണയെങ്കിലും ഇത് വായിച്ചിട്ട് മാത്രമേ നിങ്ങൾ നിർവഹണം ആരംഭിക്കാവൂ. കൂടാതെ ഈ നമ്മുടെ മാർഗരേഖയ്ക്ക്, സബ്സിഡി മാർഗരേഖയ്ക്ക് ശേഷം അവയിൽ ചില വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് ചില ഉത്തരവുകൾ കൂടി വന്നിട്ടുണ്ട്. അവ കൂടി ഒന്ന് ശ്രദ്ധിക്കണം. എല്ലാ പ്രോജക്റ്റുകൾക്കും വെറ്റിംഗ് വേണ്ട എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ കാറ്റഗറി 2 ചെയ്ത പ്രോജക്റ്റുകൾക്കൊന്നും വെറ്റിംഗ് വേണ്ട. അതായത് ഐക്യം ഷെയർ നൽകൽ, SSK വിഹിതം നൽകൽ, അതുപോലെ തന്നെ നമ്മുടെ പൈപ്പ് ലൈൻ ദീർഘിപ്പിക്കൽ, സ്റ്റേറ്റ് മെയിൻ ദീർഘിപ്പിക്കൽ തുടങ്ങിയ ഡെപ്പോസിറ്റ് പ്രവൃത്തികൾ, ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തികൾ കാറ്റഗറി 2 വരുന്ന പ്രോജക്റ്റുകൾക്കൊന്നും നമുക്ക് വെറ്റിംഗ് വേണ്ട. അത് നിർവ്വഹണ ഉദ്യോഗസ്ഥന്റെ തന്നെ അംഗീകാരത്തോടെ നമുക്കത് നിർവ്വഹണം ആരംഭിക്കാം. ഇങ്ങനെയുള്ള പ്രോജക്റ്റുകളുടെ നിർവ്വഹണത്തിനുണ്ട് നമ്മൾ ഇനി കാത്തിരിക്കേണ്ട കാര്യമില്ല. എത്രയും പെട്ടെന്ന് അവ നിർവ്വഹണം നടത്തുക എന്നാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. ഇവിടെ നിർവ്വഹണ ഉദ്യോഗസ്ഥന്റെ ലോഗിനിൽ പ്രൊജക്ട് മെനുവില് പ്രൊജക്ട് എന്ന ഭാഗത്ത് നമ്മൾ എൻ്റർ ചെയ്ത എല്ലാ പ്രൊജക്റ്റുകളും അവയുടെ സ്റ്റാറ്റസും അവ ഏത് കാറ്റഗറിയാണെന്നും അറിയാൻ കഴിയും. നിങ്ങൾ നോക്കുമ്പോൾ അവയിൽ നോക്കി അവയുടെ ചില സ്റ്റാറ്റസ് പ്രൊജക്ട് ക്ലിയർഡ് ബൈ DPC എന്നാവും, ചിലതിന്റെ സ്റ്റാറ്റസ് അപ്രൂവ്ഡ് എന്നാവും, ചിലത് റിട്ടേൺ ഫോർ മോഡിഫിക്കേഷൻ ആവും. ആ സ്ക്രീൻ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ആ കേസ് മനസ്സിലാകും. പല സ്റ്റാറ്റസ് ഓരോ രീതിയിലായിരിക്കും. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, കാറ്റഗറി 2 പ്രൊജക്റ്റുകൾ, നമ്മൾ കാറ്റഗറി 1-ലും 2-ലും 3-ലും 4-ലും പ്രൊജക്റ്റുകൾ എൻ്റർ ചെയ്യും. കാറ്റഗറി 2 പ്രൊജക്റ്റുകൾക്ക് നിർവ്വഹണ ഉദ്യോഗസ്ഥന്റെ അംഗീകാരം മാത്രം മതി. നിങ്ങൾക്ക് പ്രൊജക്റ്റുകൾക്ക്, ഏത് പ്രൊജക്റ്റുകൾക്ക് അംഗീകാരം വാങ്ങുന്നതും സെക്രട്ടറിയുടെ ലോഗിനിൽ സ്ക്രീനിൽ കാണെങ്കിൽ സെക്രട്ടറിയുടെ ലോഗിനിൽ ഏത് ഇംപ്ലിമെന്റിംഗ് ഓഫീസർ പ്രൊജക്റ്റിനും അംഗീകാരം വാങ്ങുന്ന എങ്ങനെയാണ് സെക്രട്ടറി ലോഗിനില്ല. ഫോർവേഡ് ടു അപ്രൂവൽ എന്ന ഭാഗത്ത് നോക്കിയാൽ അവിടെ ഫോർവേഡ് ടു അപ്രൂവൽ എന്ന ഭാഗത്ത് നമ്മൾ ചെയ്ത 4 കാറ്റഗറിയുള്ള പ്രൊജക്റ്റും അവിടെ ലിസ്റ്റ് ചെയ്യും. DPC അംഗീകാരം കഴിഞ്ഞ് ലഭിച്ച എല്ലാ പ്രൊജക്റ്റുകളും നമുക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്യും. നമ്മൾ സെക്രട്ടറി ലോഗിനിൽ നിന്ന് ഫോർവേഡ് ടു അപ്രൂവൽ എന്ന മെനുവിൽ നിന്ന് കാറ്റഗറി 2, നമുക്കിപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാറ്റഗറി 2 പ്രൊജക്റ്റ് ആണ്. നമ്മൾ കാറ്റഗറി 2 പ്രൊജക്റ്റുകൾ അവിടെ സെലക്ട് ചെയ്തു. ഇത് അവിടെ ലിസ്റ്റ് ചെയ്യുന്ന ഇവിടെ ഇപ്പോൾ 2 പ്രൊജക്റ്റുകളാണ് കാറ്റഗറി 2 അതിൽ ലിസ്റ്റ് ചെയ്യുന്ന ആ പ്രൊജക്റ്റുകൾക്ക് നേരെയുള്ള 4 അപ്രൂവൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ അവിടെ തന്നെ ആ ഒരു ഭാഗത്ത് പ്രൊജക്റ്റിന് അംഗീകാരം നൽകിയ ഭരണസമിതി തീരുമാനവും DPC തീരുമാനവും ഒക്കെ കാണാം. ഇവിടെ ഫോർവേഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പ്രോജക്റ്റ് നിർവ്വഹണ ഉദ്യോഗസ്ഥന് അയച്ചതായിട്ട് മെസ്സേജ് ലഭിക്കും. ഇപ്പോൾ സെക്രട്ടറി ചെയ്ത് കാറ്റഗറി 2 പ്രോജക്റ്റുകൾ അതത് നിർവ്വഹണ ഉദ്യോഗസ്ഥർക്ക് അയച്ചു കൊടുത്തു. അവരുടെ അംഗീകാരം മാത്രം മതി. ഇവിടെ ഈ പ്രോജക്റ്റുകൾ സെക്രട്ടറിയുടെ തന്നെയായിരുന്നു. അതുകൊണ്ട് സെക്രട്ടറി അല്ലെങ്കിൽ നിർവ്വഹണ ഉദ്യോഗസ്ഥരാണെങ്കിൽ അവരവരുടെ ലോഗിനിൽ കയറിയിട്ട് ഇപ്പോൾ സെക്രട്ടറി അയച്ചു കൊടുത്ത പ്രോജക്റ്റുകൾ അവരുടെ ലോഗിനിലേക്ക് എത്തിയിട്ടുണ്ട്. അവരവരുടെ ലോഗിനിൽ കയറിയിട്ട് അപ്രൂവൽ എന്ന ഭാഗത്ത് നിന്ന് പ്രൊജക്ട് അപ്രൂവൽ സെലക്ട് ചെയ്ത് ഓരോ പ്രോജക്റ്റും തിരഞ്ഞെടുത്ത് അംഗീകാരം നൽകാം. ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് അംഗീകാരം കൊടുക്കുന്നില്ലെങ്കിൽ അത് തിരിച്ച് ഇംപ്ലിമെന്റിംഗ് ഓഫീസർക്ക് റിട്ടേൺ ചെയ്യുകയും ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇംപ്ലിമെന്റിംഗ് ഓഫീസ് ഇത്രയും ചെയ്യുമ്പോൾ തന്നെ അവരുടെ ലോഗിനിൽ ആ പ്രൊജക്റ്റിന്റെ സ്റ്റാറ്റസ് അപ്രൂവ്ഡ് എന്ന് മാറിയിരിക്കുന്നത് കാണാം. അപ്പോൾ കാറ്റഗറി 2 പ്രൊജക്റ്റുകൾക്ക് അപ്രൂവൽ ആയാൽ ഇവയുടെ നിർവ്വഹണത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞു, നമുക്ക് ഏറ്റവും പെട്ടെന്ന് നിർവ്വഹണം ആരംഭിക്കാൻ പറ്റുന്ന പ്രൊജക്റ്റുകളാണ് കാറ്റഗറി 2 പ്രൊജക്റ്റുകൾ. നമുക്ക് ആദ്യം ഐക്യം ഷെയറിന്റെ പ്രൊജക്റ്റ് എങ്ങനെ നിർവ്വഹണം നടത്തും നോക്കാം. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും കോമൺ ആയിട്ടുള്ള പ്രൊജക്റ്റാണ് ഐക്യം ഷെയർ. അതാണ് അത് തന്നെ എടുത്തത്. അപ്പോൾ ഐക്യം ഷെയർ കൊടുക്കുന്നതിന് ഐക്യം എന്നൊരു ഡിമാൻഡ് ലെറ്റർ നമുക്ക് ലഭിച്ചിരിക്കണം. ഇത്ര രൂപ നിങ്ങൾ 2024-25 അടയ്ക്കണമെന്ന് കാണിച്ചു. ഇനി ഡിമാൻഡ് ലെറ്റർ കിട്ടിയില്ലെങ്കിൽ ഐക്യമിലേക്ക് ഒരു കത്ത് എഴുതാം. ഇനി ഡിമാൻഡ് കിട്ടിയില്ലെങ്കിലും പേടിക്കേണ്ട, നമ്മുടെ വികസന ഫണ്ടിന്റെ, ഗ്രാമപഞ്ചായത്തുകളെ സംബന്ധിച്ച് നമ്മുടെ വികസന ഫണ്ടിന്റെ അതായത് പ്ലാൻ ഫണ്ടും ധനകാര്യ കമ്മീഷൻ ഉൾപ്പെടുന്ന ഫണ്ടിന്റെ 0.25% കണക്കാക്കി കൊടുത്താൽ മതി. ബ്ലോക്ക് പഞ്ചായത്തിലാണെങ്കിൽ 0.1% കണക്കാക്കുക. നമ്മുടെ മാർഗരേഖ, നമ്മുടെ 84/2022 ഉത്തരവ് തന്നെ കോട്ട് ചെയ്ത് കൊടുത്താൽ മതി. അത് വെച്ച് ട്രസ്റ്റിയിൽ നിന്ന് ബില്ല് പാസ്സാക്കി തരികയും ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രസ്റ്റിയിലേക്ക് ബില്ല് സബ്മിറ്റ് ചെയ്ത് ഈ തുക കൈമാറാം. നിങ്ങൾക്ക് എല്ലാവർക്കും സാങ്കിയിലും ബിംസിലും ബില്ല് തയ്യാറാക്കി ട്രസ്റ്റിയിലേക്ക് വിടുന്ന വിധം അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയില്ലെങ്കിൽ കമന്റ് ചെയ്യുക.
നമുക്കൊരു പ്രത്യേകിച്ച് വീഡിയോ ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ ഈ ലഭിച്ച ഡിമാൻഡ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ലഭിച്ച ഡിമാൻഡും ഈ തയ്യാറാക്കുന്ന ബില്ലുകളുടെ കോപ്പിയും എല്ലാം ഈ പ്രൊജക്ട് ഫയലിൽ ഇടണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഐക്യമിലേക്ക് തുക അയച്ചു കഴിയുമ്പോൾ അവിടുന്ന് രസീത് ലഭിക്കും. ഈ രസീത് നിങ്ങൾ പ്രൊജക്ട് ഫയലിന്റെ ഭാഗമാക്കണം. ഇത് ഓഡിറ്റേഴ്സ് ചോദിക്കുന്ന സംഭവമാണ്. അതുപോലെ നമുക്ക് നിർവഹണം എളുപ്പത്തിൽ നടത്താൻ പറ്റിയ പ്രൊജക്റ്റാണ് SSK ഷെയർ കൈമാറൽ. SSK ഷെയറിന് അതിന്റെ ഡിമാൻഡ് നിങ്ങളുടെ ബന്ധപ്പെട്ട BRC എന്ന് ലഭിക്കും. ഇതുപോലെ തന്നെ ബില്ല് തയ്യാറാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തുക കൈമാറാം. തുക കൈമാറിയാൽ ആ കൈമാറിയ തുകയുടെ രസീത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം. UTR നമ്പർ ലഭിക്കുമെങ്കിൽ UTR നമ്പർ ഫയലിൽ ഇട്ടേക്കണം. പിന്നെ SSK പോലുള്ള ഷെയറുകൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ വിനിയോഗ സാക്ഷ്യപത്രം നമ്മുടെ ഫയലിൽ ഉണ്ടായിരിക്കണം. വിനിയോഗ സാക്ഷ്യപത്രം ലഭിക്കുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, BRCക്ക് കത്ത് എഴുതിക്കൊണ്ടിരിക്കണം. വിനിയോഗ സാക്ഷ്യപത്രം നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കത്തുകളുടെ എല്ലാം പകർപ്പ് നമ്മുടെ പ്രൊജക്ട് ഫയലിൽ ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് കുറച്ച് ഡെപ്പോസിറ്റ് പ്രവർത്തനം ഒന്നിരിക്കട്ടെ. അതും കാറ്റഗറി 2-ലാണ്. KSEBിലേക്ക് ഏതെങ്കിലും ഇലക്ട്രിക്കൽ ലൈൻ എക്സ്റ്റൻഷൻ ചെയ്യാൻ നമ്മുടെ പ്രൊജക്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പൈപ്പ് ലൈൻ നീട്ടാൻ പ്രൊജക്ട് വാട്ടർ അതോറിറ്റിക്ക് വെച്ചിട്ടുണ്ട്. ഗ്രൗണ്ട് വാട്ടർ കുഴൽക്കിണർ കുഴിക്കാൻ വേണ്ടി ഗ്രൗണ്ട് വാട്ടർ പ്രൊജക്ട് വെച്ച് എന്നൊക്കെ വിചാരിക്കുക. ഈ പ്രൊജക്റ്റുകൾ ഉണ്ടെങ്കിൽ അവയുടെ എസ്റ്റിമേറ്റ് കിട്ടുകയാണെങ്കിൽ, ആ ബന്ധപ്പെട്ട വകുപ്പിൽ നിന്ന് എസ്റ്റിമേറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, തുക ഡെപ്പോസിറ്റ് ചെയ്യാം. എസ്റ്റിമേറ്റിന്റെ കോപ്പി വെച്ച് എസ്റ്റിമേറ്റിന്റെ പകർപ്പും വെച്ച് ട്രഷറിയിൽ ബില്ല് കൊടുത്താൽ ആ തുക പാസ്സാകും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഡെപ്പോസിറ്റ് പ്രവൃത്തികൾ തുക കൈമാറുന്നതിന് മുമ്പ് തന്നെ എഗ്രിമെന്റ് വെച്ചിരിക്കണം. അല്ലെങ്കിൽ തുക കൈമാറുന്ന ഘട്ടത്തിൽ നിങ്ങൾ അവരുമായിട്ട് ആ ബന്ധപ്പെട്ട വകുപ്പുമായിട്ട് പ്രത്യേക ഫോർമാറ്റുകൾ നിങ്ങൾക്കറിയാം, അതിനകത്ത് എഗ്രിമെന്റ് വെച്ച് നിർബന്ധമായിട്ടും എഗ്രിമെന്റ് വെച്ചിരിക്കണം. ഇനി കാറ്റഗറി 2 പുതിയ ആൾക്കാർക്ക് വേണ്ടി പറയുകയാണ്, കാറ്റഗറി 2 പ്രൊജക്റ്റുകൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രൊജക്ട് ഫയലിൽ വേണം. അപ്പോൾ ഞാനൊക്കെ ചെയ്യുന്ന രീതിയാണെങ്കിൽ ആദ്യമേ പ്രൊജക്റ്റിന്റെ കോപ്പി ഒരു പ്രൊജക്റ്റിന്റെ പ്രിന്റ് എടുത്ത് വെക്കും. ഇതൊരു ഫയലിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. ഏതെങ്കിലും സമയത്ത് പ്രൊജക്റ്റ് റിവിഷൻ വരികയാണെങ്കിൽ ആ റിവിഷൻ ചെയ്യുന്ന പ്രൊജക്റ്റിന്റെ കോപ്പിയും ഈ ഫയലിൽ വെക്കും. എന്നിട്ട് ഏതെങ്കിലും വകുപ്പുകളിലേക്ക് ഡിമാൻഡ് ലെറ്റർ മറ്റോ ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൊടുക്കുകയാണെങ്കിൽ ആ കത്തിന്റെ പകർപ്പ്, അവിടെ നിന്ന് ലഭിക്കുന്ന ഡിമാൻഡിന്റെ പകർപ്പ്, നമ്മൾ ട്രഷറിയിൽ കൊടുക്കുന്ന നമ്മുടെ ബിംസിൽ നിന്ന് ലഭിക്കുന്ന ബില്ലിന്റെ പകർപ്പ്, പിന്നീട് വിനിയോഗ സാക്ഷ്യപത്രം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പകർപ്പ്. ഇനി വിനിയോഗ സാക്ഷ്യപത്രം ലഭിച്ചിട്ടില്ല എങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിനിയോഗ സാക്ഷ്യപത്രം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന കത്തിന്റെ പകർപ്പ്. ഇതൊക്കെ ഓഡിറ്റർ ചോദിക്കുന്ന കാര്യങ്ങളാണ്. പിന്നീട് എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ എഗ്രിമെന്റിന്റെ ഒറിജിനൽ, ഇതൊക്കെ നമ്മുടെ ഫയലിൽ ഉണ്ടായിരിക്കണം. എല്ലാം കഴിഞ്ഞില്ല. മോണിറ്ററിംഗ് റിപ്പോർട്ട് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ്. അവസാനം മോണിറ്ററിംഗ് റിപ്പോർട്ട് ഉൾപ്പെടെ ഫയലിൽ ഉണ്ടായിരിക്കണം. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ കാറ്റഗറി 2 പ്രൊജക്റ്റുകളുടെ നിർവഹണം വളരെ ഈസി ആയിട്ട് നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും. കാറ്റഗറി 2 പ്രൊജക്റ്റുകൾ വളരെ എളുപ്പമാണ്. പ്രശ്നം വരുന്ന കാറ്റഗറി 3 പ്രൊജക്റ്റുകളാണ്. കാറ്റഗറി 3 വാങ്ങൽ പ്രൊജക്റ്റുകൾ വരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വാങ്ങൽ പ്രൊജക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തിരിക്കണം, എന്തൊക്കെ രജിസ്റ്ററുകൾ ഉണ്ടാക്കി വെച്ചിരിക്കണം, മറ്റെന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്തണം, വാങ്ങൽ പ്രൊജക്റ്റുകൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക, കഴിയുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.